വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മറ്റുള്ള കപ്സ് ഉണ്ടാക്കി തരുമോ? ഓക്കെ, എല്ലാ നിങ്ങൾ സഹായിക്കോ? ഞങ്ങൾ ഉള്ളി തക്കാളിയൊക്കെ കൊണ്ടുതരാം. എല്ലാരും യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് നിങ്ങൾ മന്തിയും പിന്നെ കപ്സൊക്കെ എങ്ങനെ വെക്കണം യൂട്യൂബിൽ വീഡിയോ ആയിട്ട് കണ്ടിട്ട് കൊതിച്ചിട്ട് നിങ്ങള് എന്നാ ശരി, നമുക്ക് കപ്സ് വെക്കാൻ പോവാം. കപ്സ് ഉണ്ടാക്കാനുള്ള അരി നമ്മൾ 1 മണിക്കൂർ വെള്ളത്തിലിട്ട് പുതിർത്തണം. അങ്ങനെ ഞാൻ പുതിർത്തി വെച്ച അരിയാണിത്. അതിലേക്ക് ഞാൻ 3 തക്കാളി എടുത്തു. 3 തക്കാളി ഒന്ന് വെള്ളം ഒഴിച്ച് അടുപ്പിൽ വെച്ച് നന്നായി തിളപ്പിച്ചെടുക്കണം. അതിൻ്റെ തൊലിയൊക്കെ പോരാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് അത് അടുപ്പത്ത് വെച്ചു. പിന്നെ ചിക്കനൊക്കെ കഴുകി നല്ല വൃത്തിയാക്കി വെച്ച ചിക്കനാണിത്. ഇത് നമുക്ക് കുക്കറിലേക്ക് ഇട്ടിട്ട് നന്നായി ഒന്ന് വേവിച്ചെടുക്കണം. നല്ലോണം വേവണ്ട കേട്ടോ, പകുതി വേവായാൽ മതി. കുക്കറിലേക്ക് ഇട്ട് വെറും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് ഒറ്റൊരു വിസിലടുപ്പിച്ച് നമുക്ക് വേവിക്കണം. വേവിച്ചിട്ട് ഒറ്റ വിസിലടിക്കാൻ പാടുള്ളൂ, പകുതി വേവാൻ പാടുള്ളൂ കേട്ടോ. നമ്മൾ ചോറിലിട്ടിട്ട് ഒന്നും കൂടെ വേവിക്കുക ഇറച്ചി. അപ്പോൾ വേവേറി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒറ്റ വിസിലടിച്ചതിന് ശേഷം നമുക്ക് ഓഫാക്കാം. തക്കാളി ടൊമാറ്റോ സോസ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം കേട്ടോ. എനിക്കതില്ലാത്തതുകൊണ്ടാണ് ഞാൻ തക്കാളി എടുത്തത്. നമുക്ക് വേണമെങ്കിൽ എടുക്കാം, വേണ്ടാത്തവർക്ക് ഒഴിവാക്കാം. ഇറച്ചി തീ വെച്ചതിന് ശേഷം അപ്പോഴത്തേക്ക് നമ്മൾ തക്കാളി അടുപ്പത്ത് കിടന്ന് നല്ല തിളച്ച് തൊലിയൊക്കെ ഊരിപ്പോന്നിരുന്നു. പിന്നെ ഞങ്ങൾ അതൊന്ന് തണുത്തതിന് ശേഷം തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെച്ച തക്കാളിയാണിത്. ഇതൊന്ന് മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം. നമുക്ക് നന്നായിട്ട് ജ്യൂസാക്കിയിട്ട് അടിച്ചെടുത്തിട്ട് അതൊരു പാത്രത്തിലേക്ക് നമ്മൾ മാറ്റി വെച്ചു. പിന്നെ ഞാൻ ചോറ് വെക്കാൻ വേണ്ടിയിട്ട് അപ്പോഴത്തേക്ക് നമ്മളെ ഇറച്ചി വെന്ത് കിട്ടോ. പിന്നെ നമ്മൾ അതൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചു. പിന്നെ ഞാൻ പുറത്തേക്ക് അടുപ്പിലേക്ക് പോയി. വിറകടുപ്പിലാണ് ഞാൻ ചോറ് വെക്കുന്നത്. അതിലേക്ക് വേണ്ട അരി, ഇറച്ചി, പിന്നെ നമ്മൾ തക്കാളി ജ്യൂസാക്കി വെച്ചത്, വെല്ലുള്ളി, ചിക്കൻ ക്യൂബ്, കപ്സ മസാല, ഉണക്ക നാരങ്ങ, അതിലേക്ക് വേണ്ട കുരുമുളക്, വലിയ ജീരകം, ഇത്രയും സാധനങ്ങൾ ഞാൻ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ചിക്കൻ വേവിച്ചതിൻ്റെ വെള്ളം അത് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ചിക്കൻ ക്യൂബ് ഉണ്ടെങ്കിൽ അധികം ആരും ഉപയോഗിക്കില്ല, ഞാൻ പിന്നെ എടുക്കലുണ്ട്. കുറച്ച് നല്ല ടേസ്റ്റാണ് അത് വെച്ചാൽ. ഞാൻ വിറകടുപ്പിലാണ് നെയ്ച്ചോറ്, ബിരിയാണി, കപ്സ, മന്തി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കൽ. എനിക്കതാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ വിറകടുപ്പിൽ വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ ചട്ടി തീ വെച്ച് അതിലേക്ക് വെല്ലുള്ളി ഇട്ടു. ഒന്ന് വാട്ടിയതിന് ശേഷം അതിലേക്ക് ചിക്കൻ ക്യൂബ്, കുരുമുളക്, വലിയ ജീരകം, പിന്നെ കപ്സ മസാല ഇതൊക്കെ ഇട്ടിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ച തക്കാളി ജ്യൂസ് നമ്മൾ അതിലേക്ക് ഒഴിക്കും. അതൊഴിച്ചിട്ട് തക്കാളി നന്നായിട്ട് അതിൽ കിടന്ന് വേവണം. വെന്ത് എണ്ണ തെളിയണ സമയം കൊണ്ട് നമ്മളെന്താ കയ്യിലേക്ക് വേണമെങ്കിൽ ഇറച്ചിയിടാം കേട്ടോ. ഈ സമയത്ത് നമുക്ക് ഇറച്ചിട്ടിട്ട് അതിലൊന്ന് യോജിപ്പിക്കാം. അല്ലെങ്കിൽ നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് ചിക്കൻ്റെ വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ട് അതിലേക്ക് ഇറച്ചിട്ടാലും മതി. ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ചിക്കൻ്റെ വെള്ളം ഒഴിച്ചതിന് ശേഷമാണ് ഞാൻ ഇറച്ചിയിടുന്നത്. ചിക്കൻ്റെ വെള്ളം അത് നമ്മൾ ചേർത്ത് കൊടുത്തു. ചിക്കൻ്റെ വെള്ളം ഒഴിച്ചിട്ട് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ മാത്രം വെള്ളം ചേർത്താൽ മതി കേട്ടോ. അധികം വെള്ള അരി ആയതുകൊണ്ടാണ് ഞാൻ കുറച്ച് വെള്ളം, മറ്റേ ചുവന്ന അരിയാണെങ്കിൽ കുറച്ചും കൂടെ വെള്ളം വേണ്ടി വരും കേട്ടോ. 1 കിലോ അരിക്ക് 7 ഗ്ലാസ് വെള്ളം എങ്ങാനും വേണം. ഞാൻ വെള്ള അരി ആയതുകൊണ്ട് വേഗം വേവും, അതുകൊണ്ടാണ് വെള്ളം കുറച്ചെടുത്തത്. ചിക്കൻ അതിലേക്ക് ഇട്ടതിന് ശേഷം ചിക്കൻ നല്ല തിളച്ച് അതിൽ മസാലയൊക്കെ ഒന്ന് നന്നായി പിടിക്കണം. പിടിച്ചതിന് ശേഷം നമ്മൾ അതിലേക്ക് അരി ഇട്ട് കൊടുക്കണം. ഞാനിപ്പോൾ അത് അരി ഇട്ടു. നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മളെന്താക്കണം, മൂടി വെക്കണം. മൂടി വെച്ചിട്ട് നമ്മൾ നന്നായി തീ കത്തിച്ച് നന്നായി തിളച്ചതിന് ശേഷം നമുക്ക് തിളച്ചെന്ന് ഒരുവിധം മനസ്സിലാവുമല്ലോ. അപ്പോൾ നമ്മൾ അതിലേക്ക് എന്തെങ്കിലും ചെറിയൊരു കനം കയറ്റി വെക്കണം. അതിപ്പോൾ ഞാൻ ഇച്ചിരി വെക്കുന്നതുകൊണ്ട് ഞാൻ അതിമൊന്നും വെക്കാത്തത്. ഒരു കനം കയറ്റി വെച്ചാൽ ആവിയൊന്നും പുറത്ത് പോകാതെ ആവിയിൽ കിടന്ന് വേവണമെന്നാണ്. ഞാൻ പിന്നെ കുറച്ച് വെക്കുന്നതുകൊണ്ട് ഞാൻ കനമൊന്നും കയറ്റി വെച്ചിട്ടില്ല കേട്ടോ. അങ്ങനെ ഒരു 30 മിനിറ്റ് ആകുമ്പോൾ നമ്മൾ തുറന്ന് നോക്കിയാൽ ചോറ് ഇങ്ങനെ ഉണ്ടാവും. നന്നായി ഒന്ന് ഇളക്കിയിട്ട് കുറച്ചും കൂടെ വേവാണ്ടാവും. ഒന്ന് ഇളക്കിയിട്ട് ഒന്നും കൂടെ അമർത്തി വെച്ചാൽ നന്നായി വെന്ത് കിട്ടും. വെള്ള അരി ആയതുകൊണ്ട് പിന്നെ ഉറപ്പൊന്നുമില്ലാതെ
കൊഴിഞ്ഞ ചോറായിരിക്കും. ചുവന്ന അരിയാണെങ്കിൽ കുറച്ച് ഉറപ്പുള്ള ചോറായിരിക്കും കേട്ടോ. എനിക്ക് വെള്ള അരിൻ്റെയാണ് ഇഷ്ടം, അതുകൊണ്ടാണ് ഞാൻ വെള്ള അരി വാങ്ങുന്നത്. അങ്ങനെ നമ്മളെ കബ്സ റെഡിയായി. പിന്നെ മക്കൾക്ക് കൊടുത്തു ഞാൻ. അതിലേക്ക് ഉണ്ടാക്കിയ തക്കാളി ചട്നിയാണിത്. ഇത് തക്കാളിയും പുതിനയും പച്ചമുളകും കൂടി അരച്ചതാണ്. കുറച്ച് കൂടുതലിട്ടിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടെന്നാണ് പറഞ്ഞത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായോ? പിന്നെ മയോണീസും ഉണ്ടാക്കി. മയോണീസിൽ കൂട്ടി കഴിച്ചെന്നാണ് എനിക്ക് ഇഷ്ടം. അപ്പം ഇത്രയൊക്കെ ഉള്ളു വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബായ്. അസ്സലാമു അലൈക്കും. അടുത്ത വീഡിയോ വരാം. ബൈ. അസ്സലാമു അലൈക്കും. എല്ലാ ബിയൻ ഫായ് മറ്റൊരു പിടിച്ചതാ.